ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും അൾട്രാ ഗെയിം മാർഷാൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമാണ് സ്പേസ് റോക്കറ്റ് എക്സ്പ്ലോറേഷൻ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഈ ഗെയിമിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് റോക്കറ്റ് ഉണ്ടാക്കുന്നത് ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്. അല്ല, ഇത് എനിക്കൊക്കെ അറിയാം ഈ ഗെയിമിൽ എങ്ങനെയാണ് റോക്കറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ആൻഡ്രോയിഡിലൊരു ഫ്രീ ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം പോയി ഡൗൺലോഡ് ചെയ്യാം. കുറച്ച് MB ഉള്ളൂ, നല്ല ഗ്രാഫിക്സുള്ള ഗെയിമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റോക്കറ്റ്സിൻ്റെ പാർട്സ് കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാർഗോ കണക്ട് ചെയ്യുന്ന ഈ അടിപൊളി സാറ്റലൈറ്റ് ഏതാണല്ല. അപ്പോൾ നമുക്ക് ഈ ജൂണോ സാറ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് മറ്റേ യെല്ലോ സാറ്റ് വേണമെന്ന സംശയം. യെല്ലോ മതിയാവില്ലേ? ഓക്കെ, നമുക്ക് യെല്ലോ എടുക്കാം. എനിക്ക് ഇത് മാർസിലേക്ക് കാണുമ്പോൾ ട്രിപ്പ്. അപ്പം മാർസിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ മെച്ചമല്ല. മാർസിൻ്റെ കളറ് ഏകദേശം യെല്ലോ പോലത്തെ റെഡാണ്, പക്ഷെ നമ്മൾ എന്തായാലും യെല്ലോ പോലത്തെ എടുക്കാൻ വിചാരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, യെല്ലോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം ഫ്രണ്ട്സ് വീഡിയോക്ക്. അപ്പോൾ നമ്മളൊരു ക്യാപ്പ്, അപ്പോൾ നോസ് ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം റോക്കറ്റിൻ്റെ നോസ് ക്യാപ്പ് എനിക്ക് നമ്മൾ പറയാം. Ignition sequence start. 3, 2, 1, 0. Liftoff. We have a liftoff. Power clear. അപ്പോൾ ഇത് ആവശ്യത്തിന് കുറച്ച് ലെങ്തി വീഡിയോ ആകാൻ വഴിയില്ല. 9-10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഫ്രണ്ട്സ്, എന്തായാലും റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ എർത്തിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ, ബൈ എർത്ത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞത് മാസ് ട്രിപ്പാണ്. കമൻറ്റിൽ ആൾ എന്നോട് ചോദിച്ചു എങ്ങനെ റോക്കറ്റ് വേറെ പ്ലാനറ്റിൻ്റെ ഓർബിറ്റിലേക്ക് എത്തിക്കുക. അതിൻ്റെ ആൻസറായിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പം നമ്മൾ യൂട്യൂബിൻ്റെ ലൈക്സ് കുറവാണ്, അപ്പോൾ എന്തായാലും ലൈക്ക് അടിച്ച് പൊട്ടിക്കും. ഫ്രണ്ട്സ്, റോക്കറ്റ് സക്സസ്ഫുള്ളി സ്പേസ് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, എത്തിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ്, മുമ്പ് ഇനി 2 കാര്യം ചെയ്യണം. ഇനി നമ്മൾ മാർസിലേക്കുള്ള വഴി എനിക്കറിയില്ല. ഫസ്റ്റ് മൂണിലേക്ക് നമ്മൾ ഒരു സാറ്റലൈറ്റ് അയച്ചിട്ടുണ്ട്. ഇതാണ് മൂണിലേക്ക് നമ്മൾ അയച്ച സാറ്റലൈറ്റ്. പക്ഷെ നമ്മൾ മാർസിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ആദ്യം എർത്തൊന്ന് ഹാഫൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ ഒരു സൈഡിലെത്തിയാൽ നമുക്ക് എളുപ്പമാവും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ ഈ ഡിറ്റാച്ച് ചെയ്യണം ബാക്കിൽ. ഇനി നമുക്ക് ആവശ്യമില്ല. എന്താ കാരണം അറിയാം, നമുക്കത് എർത്തിലേക്ക് മതി. വെയിറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, അതൊക്കെ നമ്മൾ അയച്ചിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ മാർസിലേക്ക് പോവാണ്. അപ്പം മാർസിൽ എത്തുന്നില്ല ലൈക്ക് അടിക്കാം. എനിക്കിപ്പോഴും സംശയം, ഒരു സാറ്റലൈറ്റാണ്, പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്പേസ് ഷട്ടിലാണ്. അതുകൊണ്ട് ഓക്കെ, നമ്മളെന്തായാലും ഞാൻ പറഞ്ഞ പോലെ എർത്തിന് പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഹാഫ് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഒരു ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോയാണ്. ഇനി നമ്മളിവിടെ പ്ലാനറ്റ്സുള്ള സ്ഥലത്ത് പോയിട്ട് മാർസിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇനി മാർസിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആരോഗ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ മാർസിലേക്ക് കയറുള്ളൂ, അല്ല വഴി അങ്ങനെയൊക്കെയാണ്. നമ്മളെ ഈ ഓർബിറ്റ്സ് വെച്ചിട്ട് എന്തൊക്കെയാണ്. ഇനി നമ്മൾ അവിടെ പോയി ഓർബിറ്റ് ഉണ്ടാക്കണം, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ മുമ്പ് ഇപ്പം പ്രോ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എളുപ്പമാണ്. ഈ ഗെയിം നീ ഹാക്ക് ചെയ്യാൻ മതിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ നന്മവരായി മാറാൻ ഫ്രണ്ട്സ്, നമ്മൾ എന്തെങ്കിലും റോക്കറ്റ് വിക്ഷേപിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും മാർസിലേക്ക് പോവാണ്. മംഗല്യാനൊന്നല്ല, ഒരു സാധാരണ കുഞ്ഞ് റോക്കറ്റ്. അപ്പോൾ സ്മോൾ സാറ്റലൈറ്റാണ് എടുത്ത്, ലാർജ് ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ സാറ്റലൈറ്റ് ഇതാ പഴയ സാറ്റലൈറ്റാണ്. പക്ഷേ ഗെയിമിൽ എല്ലാ ദിവസം റീഫ്രഷ് ആവും. ഓരോ സാറ്റലൈറ്റ് ഓരോ ദിവസം കാണാതെ ആയിപ്പോൾ. ഏറ്റവും ഓൾഡ് സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ അത് ദിവസം മിസ്സിങ് ആയിപ്പോവും. ഓക്കെ ഫ്രണ്ട്സ്, ഇത് എത്ര കിലോമീറ്ററാണ് ഫുള്ള്? ഇനി ഫ്രണ്ട്സ്, ഇത് കുറച്ച് ദൂരം കുറച്ച് യാത്ര ചെയ്യണം. ഒരു ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോ ആണ്, കുറച്ച് അധികം നേരം ഉണ്ടാകാൻ വൈകുന്നുണ്ട്, ആർക്കറിയാം. ഓക്കെ, ഇനി നമ്മളിങ്ങനെ ട്രിപ്പ് ഇങ്ങനെ അടിച്ചിങ്ങനെ പോകണം. അത്ര ദൂരം നമുക്ക് ഈ വണ്ടിയിൽ സാറ്റലൈറ്റ് കൊണ്ടുപോകണം. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ അധികം മുമ്പ് പോയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഇനിയും പോകണം. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടുന്ന് നോക്കിയപ്പോൾ നമുക്ക് മാർസ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളെന്തെങ്കിലും മാർസിൻ്റെ ഓർബിറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും.
അതാണ് ഫ്രണ്ട്സ് മാസ്. ബാക്കിൽ എന്തെങ്കിലും എർത്തുണ്ടാവും തോന്നുന്നു. ബാക്കിൽ എർത്തുണ്ടാവും നോക്കണം. മാർസിലേക്ക് എത്താം. വെയിറ്റ് എ മിനിറ്റ്, അത് മാർസ് ആണോ? യെസ്, ബാക്കിൽ സണ്ണുണ്ട്. ഓക്കെ, ഇത് എർത്ത് ഫ്രണ്ട്സ്. അത് കാണാൻ നമ്മൾ എർത്ത് കുറച്ച് ദൂരെയാണ് നമ്മൾ എർത്ത് നിന്നുള്ളത്. അപ്പം ഫ്രണ്ട്സ് നമ്മൾ വെയിറ്റ് ഫ്രണ്ട്സ്, നമ്മൾ ഈ സാധനം നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോഴാണ് ചെയ്തത് ഫ്രണ്ട്സ്. ഒരിക്കലും ഇവിടെ എത്തുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെന്തായാലും മാർസിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ നമ്മൾ പോകണം. ഓക്കെ, കുറച്ചും കൂടെ ഇനി ഫ്രണ്ട്സ് നമ്മൾ ഓർബിറ്റ് ഉണ്ടാക്കേണ്ടത് മാർസിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് ഓർബിറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പം മാർസിൻ്റെ മുകളിൽ നമ്മൾ ഐസ് കണ്ടിട്ടുണ്ട്. അതാണ് മറ്റേ എലോൺ മസ്ക്, അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ നമ്മൾ യൂട്യൂബിലുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അത് ഐസും വെള്ളമാണോ അന്വേഷിക്കാനാണ് നമ്മളിപ്പോൾ ഈ സാറ്റലൈറ്റ് വിടുന്നത്. അവിടെ മാസിൽ വെള്ളം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ. യെസ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ചും കൂടെ മാസിൻ്റെ കുറച്ചും കൂടെ അടുത്തെത്തിയിട്ടുണ്ട്. അതൊക്കെ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് തള്ളിയിട്ടുണ്ട് പോകുന്നതായിരിക്കും. അതൊക്കെ ഫ്രണ്ട്സ് എന്തായാലും മാസ് എടുത്തെത്തി. നമുക്ക് ഓർബിറ്റ് ആക്കാൻ എനിക്ക് കുറച്ച് സംശയമുള്ള. നമ്മൾ ഓർബിറ്റ് ഉണ്ടാക്കാൻ ഈസി ചെയ്യാൻ എങ്ങനെയാ പറഞ്ഞാൽ, നമ്മളെ ഈ സാറ്റലൈറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകണം. മാർസിനൊരു കുറച്ച് മുന്നിലേക്ക് പോകണം, കുറച്ച് കിലോമീറ്റേഴ്സ്. പിന്നെ അവിടെ തിരിച്ചിട്ട് എൻജിൻ ഓണാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഓർബിറ്റ് കിട്ടും. പിന്നെ നമ്മൾ കറക്റ്റ് റൗണ്ടാക്കി എടുത്താൽ മതി. എളുപ്പമാണ്. ഓർബിറ്റ് ഉണ്ടാക്കി കിട്ടിയാൽ പിന്നെ എളുപ്പമാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരാളെന്നോട് കമൻസിൽ ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓർബിറ്റ് സെറ്റാക്കുക, അതിൻ്റെ ട്യൂട്ടോറിയലാണ്. പിന്നെ ഫ്രണ്ട്സ് ഇതേ ഗെയിമിൻ്റെ തന്നെ ഷോർട്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ മാർസ് കഴിഞ്ഞിട്ടാണ് പോവുകയാണ്. ഫ്രണ്ട്സ് മാർസ് കഴിഞ്ഞ് കുറച്ചധികം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു വരണം. ഓക്കെ, ഇനി നമ്മളിന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, കമോൺ. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എൻജിൻ ഓണാക്കിയിട്ട് ഹാഫ് പവർ എൻജിൻ ഓണാക്കിയിട്ട് അത് നമുക്ക് ഓർബിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഓർബിറ്റ് നമുക്ക് ആവശ്യത്തിന് സർക്കിളാക്കണം. ഓക്കെ, ഇനി മാർസിൻ്റെ ഏറ്റവും അടുത്ത് ഓർബിറ്റ് വരുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ഒന്നും കൂടി ഓർബിറ്റ് ഉണ്ടാക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഒന്നും കൂടെ ഓർബിറ്റ് ചെറുതാക്കണം. അപ്പം എന്തെങ്കിലും സർക്കിൾ ടൈപ്പ് ഓർബിറ്റ് കിട്ടും. ഇപ്പോൾ ഒരു ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ് അവൻ്റെ മുമ്പ് സർക്കിൾ ടൈപ്പ് ഓർബിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചെറിയ സാറ്റലൈറ്റിൻ്റെ ബാക്കിൽ സാധനം ഡിറ്റാച്ച് ചെയ്യണം. ഇനി ആ കാർഗോ അതും ഇവിടെ ആവശ്യമില്ല, അതും ഇവിടെ ഡിറ്റാച്ച് ചെയ്ത് കളഞ്ഞ് ഇനി നമ്മൾ ഈ സാറ്റലൈറ്റ് ഇനി ഓണാക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. 2 കാലില്ല സാറ്റലൈറ്റാണ്, 2 സോളാർ പാനലുണ്ട്. അപ്പോൾ സണ്ണ് ആ ബാക്കിലുണ്ട്, എർത്തൊന്നും കാണുന്നില്ല. ഇനി ഫ്രണ്ട്സ് നമ്മളൊന്ന് തീർന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കരുത്. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുന്നില്ല, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫ്രണ്ട്സ് മാസിൻ്റെ ഓർബിറ്റിൽ കൂടെ സാറ്റലൈറ്റ്. അപ്പോൾ ലൈക്ക് അടിക്കുക ഫ്രണ്ട്സ്.